മെസ്തൂസോയുടെ 4-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക്, അനാഫറയിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ ബലി അത് പൂർണ്ണമാകുക വിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്നത് പോലെ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർത്താൽ, കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക എന്ന വചനം വിശുദ്ധ കുർബാനയിലും അന്വർത്ഥമാകുന്ന രീതിയിലാണ് അനാഫറയിലേക്ക് നാം പ്രവേശിക്കുക. പരസ്പരം സമാധാനം ചോദിച്ച് ആത്മാക്കൾ തമ്മിൽ രമ്യപ്പെട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്ന പട്ടക്കാരനും ദൈവജനവും ഒരൊറ്റ ശരീരത്തിൽ ഭാഗഭാഗാക്കുവാൻ ഒരുങ്ങുന്നത് പോലെ പരസ്പരം ആത്മാവിലും ഒരേ കൂട്ടായ്മയായി അനുവർത്തിക്കപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ ബലിയുടെ മർമ്മപ്രധാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുക. ഇപ്രകാരം സഹോദരനുമായി നിരപ്പായതിനു ശേഷം വിശുദ്ധ രഹസ്യങ്ങൾ ആവരണം ചെയ്തിരിക്കുന്ന ശോശപ്പ എടുത്ത് ആഘോഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശോശപ്പ ദൈവ തേജസ്സിന്റെ പ്രതീകമാണ്. പുത്രൻ തമ്പുരാൻ ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നതാണ് ശോശപ്പ ഉയർത്തി ആഘോഷിക്കുന്നത്. ശോശപ്പ ഉയർത്തി ആഘോഷിച്ചുകൊണ്ട് പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്ക് 12 നീരുറവകൾ ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറ നീയാകുന്നു. ഞങ്ങളുടെ രക്ഷകന്റെ കബറിങ്കൽ വെക്കപ്പെട്ട തീക്കൽപ്പാറയും നീയാകുന്നു. അതായത് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കുമായി ജലം ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറയും, അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കബറിങ്കൽ വെക്കപ്പെട്ട കല്ലായും ഈ ശോശപ്പയെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കും. അതിനുശേഷം പിതാവാം ദൈവത്തിന്റെയും പുത്രനായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള ആശീർവാദം പുരോഹിതൻ നൽകിക്കൊണ്ട്, ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടമാകണമെന്ന ആഹ്വാനത്തോടുകൂടി മർമ്മപ്രധാനമായ സ്ഥാപന വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. മാലാകമാരും പ്രധാന മാലാകമാരും റീശനവോസേന്മാരും ജനത്തോടൊപ്പം പരിശുദ്ധനെന്ന 3 പ്രാവശ്യം തട്ടഹസിച്ചുകൊണ്ട് ഇപ്രകാരം കീർത്തിക്കുകയാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ പരസ്പരം സംയോജിക്കുന്ന പ്രധാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിൽ യാക്കോബ് കണ്ട ഗോവണിയെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതുമായ ഒരു ഗോവണിയെ യാക്കോബ് ദർശിച്ചതുപോലെ വിശുദ്ധ കുർബാനയിലും ഇനി സ്വർഗവും ഭൂമിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന വലിയൊരു നിമിഷമാണ്. പുരോഹിതൻ കൈ ആവസിപ്പിക്കുക വഴി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് മാലാകമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. യാക്കോബ് കണ്ടതുപോലെ ബഥേൽ ദൈവഭവനമായിട്ട് വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ ഈ ഭാഗത്തിലൂടെ നാം ഓരോരുത്തരും മാറ്റപ്പെടുവാൻ പോകുന്നു. സ്ഥാപന വചനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പുരോഹിതൻ സെഹിയോൻ മാളികയിൽ യേശുക്രിസ്തു ഉപയോഗിച്ച അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പവീഞ്ഞുകളിന്മേൽ റൂഷ്മ ചെയ്യുമ്പോൾ സാക്ഷാൽ യേശുക്രിസ്തു തന്നെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കുന്നു എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. ആദിയിൽ മണ്ണെടുത്ത് ഇത് ആദാമിന്റെ ശരീരമാകട്ടെ എന്ന് പറഞ്ഞവൻ തന്നെ വിശുദ്ധ കുർബാനയിൽ അപ്പമെടുത്ത് കന്യകാമറിയാമിൽ നിന്നും ജനിച്ച ക്രിസ്തുവിന്റെ ശരീരമാകട്ടെ എന്ന് പറയുമ്പോൾ അത് അപ്രകാരമായിത്തീരുന്നു. കാഴ്ചയിൽ അത് അപ്പവീഞ്ഞുകൾ പോലെ തന്നെ ഇരിക്കുമെങ്കിലും വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ യഥാർത്ഥ തിരുശരീര രക്തങ്ങളായി മാറുന്നു എന്നാണ് പഠിപ്പീരുകൾ. ക്രിസ്തു ദൈവമായിരുന്നിട്ടും അവൻ മനുഷ്യനായി കാണപ്പെട്ടതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ അപ്പവീഞ്ഞുകളായി തന്നെ കാണപ്പെടുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്നു. റൂഹാക്ഷണ പ്രാർത്ഥനയോടുകൂടെയാണ് അവ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി പൂർത്തീകരിക്കപ്പെടുക. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ട്: കർത്താവെ എന്നോട് ഉത്തരമരുളണമേ, കർത്താവെ എന്നോട് ഉത്തരമരുളണമേ, കർത്താവെ എന്നോട് ഉത്തരമരുളണം. ഇപ്രകാരം ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ റൂഹ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി അപ്പവീഞ്ഞുകളെ അവിടുത്തെ ശരീരവും രക്തവുമായി പൂർത്തീകരിക്കുകയാണ് റൂഹാക്ഷണ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുക.